ഈസി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 173/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ക്വസ്റ്റ്യൻസിലേക്ക് വേഗം നോക്കാം. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ കാവേരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1957 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ആൻസർ സിദ്ധു കാന. സിദ്ധു കാന. ഓപ്ഷൻ സി സിദ്ധു കാന. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഏതായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതായിരുന്നു? ആൻസർ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവും ബന്ധമില്ലാത്ത ഓപ്ഷൻസ്. അപ്പോൾ ബാക്കി വരുന്ന നിസ്സഹകരണ പ്രസ്ഥാന ബന്ധമുള്ള ഏതൊക്കെ വരാനുണ്ട്? ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നുണ്ട്, സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും വരുന്നുണ്ട്. ഇനി നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ഏതായിരുന്നു? നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരായിരുന്നു? ആൻസർ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ജഹാംഗീർ. ആൻസർ ജഹാംഗീർ ആണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ജഹാംഗീർ ആണ്. നെക്സ്റ്റ് വരുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. നെക്സ്റ്റ്, പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലായിരിക്കും? സീ വാട്ടറിലായിരിക്കും. ആൻസർ നമുക്കെന്ത് പറയാം? 30 ഡിഗ്രി നോർത്തിൽ, 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുക. 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്തിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുക. നെക്സ്റ്റ്, ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ആൻസർ ഇവയെല്ലാം മീൻസ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജനും ക്ലോറിനും മാഗ്മയിൽ കാണും. ഇല്ല, മാൻഡലും മാഗ്മയൊക്കെ ഓർമ്മ വരുന്നത് ഭൂവൽക്കത്ത് പഠിക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. അതായത് മാഗ്മ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജനും ക്ലോറിനും എന്താണ്? മാഗ്മയിൽ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ എന്ന് പറയും. ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരാണ്. ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണ് ഇനം ഏതാണ്? ആൻസർ എക്കൽ മണ്ണ്. ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ ആരാണ്? പരുത്തിയാണ്. പരുത്തിയാണ് നമ്മുടെ യൂണിവേഴ്സൽ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ. ഇന്ത്യയുടെ ധാതു കലവറ. ധാതു കലവറ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ജാർഖണ്ഡാണ് ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അടുത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ആൻസർ ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം. ഫിലിപ്പീൻസ് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഇവയെല്ലാം. ഉദാരവൽക്കരണമുണ്ട്, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണമാണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അടുത്തത്, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്?
ക്ഷീരവികസനം. നെക്സ്റ്റ് 2023 G7 ഉച്ചകോടി വേദി. 2023 G7 ഉച്ചകോടി വേദി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഹിരോഷിമയാണ്. 2023 G7 ഉച്ചകോടി വേദി ഏതാണ്? ഹിരോഷിമയാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് ഏതാണ്? 1975 സെപ്റ്റംബർ 9. 1975 സെപ്റ്റംബർ 9 സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്തത് KSSMൻ്റെ പൂർണ്ണരൂപം എന്താണ്? KSSMൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ എന്താണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ് KSSMൻ്റെ പൂർണ്ണരൂപം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം. ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം? തിരുവനന്തപുരമാണ്. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. എന്നാണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് 25/5/2015 തണ്ണീർത്തട പദ്ധതി എന്ന് ആലോചിക്കുക. അത് 2015 25/5/2015 തണ്ണീർത്തട പദ്ധതി നിലവിൽ വരുന്നത്. നെക്സ്റ്റ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് കുടിൽ വ്യവസായം ഏത് വകുപ്പാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് 43ാമത്തെ വകുപ്പാണ് കുടിൽ വ്യവസായം. 43ാം വകുപ്പാണ്. അടുത്തത് മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏതാണ്? ഏത് വകുപ്പാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുക? ഏത് വകുപ്പാണ്? 36/51. നെക്സ്റ്റ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട്. 1949 നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റുവാണ്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 5-11 അല്ലേ? 5 മുതൽ 11 വരെയാണ് എന്താ പൗരത്വം എന്ന് പറയുന്നത്. 5 മുതൽ 11 വരെയാണ് പൗരത്വം അല്ലേ? ഫസ്റ്റ് ആമുഖം, നെക്സ്റ്റ് പൗരത്വം. 5-11 5-11 പൗരത്വം. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? പേറ്റന്റ് അല്ലേ? ഒരു കാര്യം നമ്മൾ അല്ലെങ്കിൽ ചെയ്ത് വെക്കുമ്പോൾ നമുക്കതിൻ്റെ അധികാരമുള്ളതാണ് പേറ്റന്റ് എന്ന് പറയുന്ന സംഭവം അല്ലേ? നമ്മൾ എന്തെങ്കിലും സ്വന്തമായി ചെയ്തിറങ്ങുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്കതിൻ്റെ പേറ്റന്റ് എന്ന് ആലോചിച്ചാൽ മതി. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ നമുക്കെന്ന് പറയുന്നുണ്ട്. ഇവിടെ അത് പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. ഇത് ചോദ്യത്തിന് തെറ്റാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പഞ്ചായത്ത് രാജ് അല്ലേ? നമുക്കെപ്പോഴും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. പഞ്ചായത്ത് രാജ്. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ്. തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെച്ച് നമുക്ക് എന്ത് പറയുന്നുണ്ട്? 39D ആണ്. 39D. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? അംബേദ്കർ ആണ്. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. ബിരുദസങ്കലനം മനുഷ്യരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നു? ആൻസർ എന്താണ്? അണ്ടവാഹിനിക്കുഴൽ. ബീജസങ്കലനം മനുഷ്യരുടെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? അണ്ടവാഹിനിക്കുഴൽ. അതായത് ഇവിടെ ഓവറി വരുവാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ അണ്ടവാഹിനിക്കുഴൽ അല്ലേ? ഇത് യൂട്രസ് ആണ്. ഈ ഭാഗം യൂട്രസ് ആണ്. ഇതാണ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എഗ്ഗ് ഇങ്ങനെ അണ്ടങ്ങൾ ശേഖരിച്ചിരിക്കും. ഈ അണ്ടം ഈ കുഴലിൽ കൂടെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതുവഴി എന്താ പറയുക? സമൻസ് വരികയാണെങ്കിൽ അല്ലേ? സമൻസ് വരുമ്പോൾ അത് ഇവിടെ വെച്ചാണ് ബീജസംയോഗം നടക്കുന്നത്. അത് സിക്താണ്ഡമായി സൈഗോട്ടായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അത് സംയോജിച്ച് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും അല്ലെങ്കിൽ പുംബീജവും അണ്ടവും സംയോജിക്കുന്ന ഇവിടെ വെച്ചാണ് ബീജസങ്കലനം. അതാണ് ഈ അണ്ടവാഹിനി കുഴൽ വെച്ചാണ് ഇപ്പുറത്തുണ്ട് അതേപോലെ ഇവിടെ വെച്ച് നടക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്ത് വെച്ച് ഇംപ്ലാന്റ് ചെയ്യാന്ന് പറയും. അവിടെ വെച്ചത് ഉറപ്പിച്ച് നിർത്തിയിട്ട് അങ്ങനെയാണ് പറയുക. ഒരു ഏകദേശം കുറച്ച് സമയം എടുക്കും അതിന്. ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് സിക്താണ്ട്, അതായത്
പുംബീജവും അണ്ടവും യോജിച്ചതിന് ശേഷം സിക്താണ്ഡമായിട്ട് മാറി പെയ്യെ ഇങ്ങോട്ട് ഇവിടെ വന്നത് ഒട്ടിപ്പിടിക്കുക. അതായത് ഇവിടെ വന്ന് വളരാൻ അത് അനുയോജ്യമായിട്ട് എപ്പോഴാണ് പ്ലാസൻ്റെയും അതുമൊക്കെ പിന്നീടാണ് ഉണ്ടായി വരിക. അപ്പോൾ അണ്ടവാഹിനിക്കുള്ളിൽ ഇത് യൂട്രസ്, ഇതാണ് അണ്ടവാഹിനിക്കുള്ളിൽ. ഇവിടെ എന്തോ കാണുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വേറെ കുഴലുണ്ട്, അതായത് അണ്ടങ്ങൾ ഇല്ലേ, അതിങ്ങനെ പാകപ്പെടുത്തുകൊണ്ടേയിരിക്കും. പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഓരോ അണ്ടം ഇങ്ങനെ മൂവ് ചെയ്ത് വരും. പുംബീജം ഇതിങ്ങനെ, അതായത് സമൻസ് അല്ലേ, അതിലുള്ള സ്പേം പുംബീജം അത് ഇവിടെ വന്നിട്ട് ഫ്യൂസ് ചെയ്യുക ചെയ്യും. തിരിച്ചത് സിക്താണ്ഡമായത് ഇവിടെ വന്ന് ഫ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് യൂട്രസ് മീൻസ് ഗർഭാശയം, ഗർഭപാത്രമാണ് കേട്ടോ, മലയാളം വാക്ക് അതാണ് അതിൻ്റെ. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൺ? ഏത് ജീവകമാണ് ടോക്കോഫെറോൺ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോക്കോഫെറോൺ ഏതാണ്? ടോക്കോഫെറോൺ അല്ല, വൈറ്റമിൻ ജീവകം ഇ, ഫെറോൺ അല്ല, ജീവകം ഇയുടെ വേറൊരു പേരാണ് ടോക്കോഫെറോൺ എന്ന് പറയും കേട്ടോ. ഇത് ജീവകം ഇ, റെറ്റിനോൾ, ജീവകം ഡി അതൊക്കെയുണ്ട്. ജീവകം ഇ ആണത് വരിക. നെക്സ്റ്റ് മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണം ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണം ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണിത്? മെർക്കുറി HG മലിനീകരണം, മെർക്കുറി മലിനീകരണമാണ്, HG മലിനീകരണമാണ് മീനമാത രോഗം, HG മലിനീകരണമാണ് മീനമാത രോഗം. മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ എന്താണ്? ക്വാഷിയോർക്കറാണ്. മാംസ്യം പ്രോട്ടീൻ്റെ കുറവുണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. കുട്ടികൾ ക്വാഷിയോർക്കറാണ് അല്ലേ. മുതിർന്നവർ പറഞ്ഞ പേര് മരാസ്മസ് എന്നാണ് പറയുക. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എന്താ പറയുക, ക്വാഷിയോർക്കറാണ് കുട്ടികളിൽ. ഓക്കെ, നെക്സ്റ്റ് വിഡാൽ ടെസ്റ്റ് ഏത് രോഗനിർണ്ണയം ബന്ധപ്പെട്ടിരിക്കും? വിഡാൽ ടെസ്റ്റ് തന്നെ എന്താണ് സംഭവം? അത് ടൈഫോയിഡാണ്. വിഡാൽ ടെസ്റ്റ് ടൈഫോയിഡാണ്. നെക്സ്റ്റ് അന്താരാഷ്ട്ര യോഗ ദിനം ഏതാണ്? അന്താരാഷ്ട്ര യോഗ ദിനം ഏതാണ്? ജൂൺ 21. അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21. താഴെ പറഞ്ഞ പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ ഏതാണ്? ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്, ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. ജി മീൻസ് ഗ്രാവിറ്റി അല്ലേ, ആക്സിലറേഷൻ ഓഫ് ഗ്രാവിറ്റി. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. സാധാരണ TV റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ TV റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? ആൻസർ എന്താണ്? 30 സെൻറ്റിമീറ്റർ ആണ്. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? പെൻബ്രൽ ചന്ദ്രഗ്രഹണം. ഓപ്ഷൻ സി, പെൻബ്രൽ ചന്ദ്രഗ്രഹണം. 3D ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ NLM എന്നിവയുടെ മൂല്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ? N3 വരുന്നുണ്ട്, L2 വരുന്നുണ്ട്, M-1 വരുന്നുണ്ട്. 3D ഓർബിറ്റിലുള്ള സംഭവത്തിൽ എന്തൊക്കെ വരുന്നു? ഇലക്ട്രോണിന് സാധ്യമായ മൂല്യങ്ങൾ ഏതൊക്കെയാണ്? അത് N3, L2, M-1 വന്നേക്കുന്നത്. ഇനി ബോറോൺ, അലൂമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോകസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം, ലോകസ്വഭാവം കാണിക്കുന്നത് എങ്ങനെ, അതിന് നമുക്കെങ്ങനെ വർഗീകരിക്കാൻ പറ്റും? അതിന് നമുക്ക് ഇത് ചെറുതില്ലേ, എത്ര കൂടുതലുണ്ട് എത്ര കുറവുണ്ടെന്നാണ് ആരോ ചിഹ്നം കാണിക്കുക. അപ്പോൾ അതിലേതാണ് ആൻസർ? അതായത് ഓപ്ഷൻ ഡി, പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ ലോകസ്വഭാവം ഇവയിൽ കാണിക്കുന്ന പൊട്ടാസ്യമാണ് അല്ലേ. അത് കുറച്ച് മഗ്നീഷ്യം, അതിൽ കുറച്ച് അലൂമിനിയം, ദെൻ ഏറ്റവും കുറവ് ഇവിടെ ബോറോണിനാണ് കാണിക്കുക. അപ്പോൾ മഗ്നീഷ്യം, അലൂമിനിയം, ബോറോൺ, പൊട്ടാസ്യം ഉണ്ട്. ഏറ്റവും കൂടുതൽ ലോകസ്വഭാവം കാണിക്കുന്ന ആരാണ്? പൊട്ടാസ്യം കാണിക്കുന്നു, അതിൽ കുറച്ച് മഗ്നീഷ്യം കാണിക്കുന്നു, കുറച്ച് പിന്നെ അലൂമിനിയം, ദെൻ ഏറ്റവും ലാസ്റ്റ് ബോറോൺ അല്ലേ വരിക. അപ്പം അതാണ് ലോകസ്വഭാവത്തിൻ്റെ കാര്യം. നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ പദാർത്ഥങ്ങളിൽ pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ളത് ഏതിനാണ്? pH മൂല്യം 7-നേക്കാൾ കൂടുതലുള്ളത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മനുഷ്യരക്തമാണത്. നെക്സ്റ്റ് വരുന്നത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഫീനോളും അനീലും. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ബന്ധപ്പെട്ടത് ഏതാണ്? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ട് ബന്ധപ്പെട്ട പ്രസ്താവന എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രണ്ടാമത്തെയാണ് നമുക്കിവിടെ ആൻസർ വരിക. നെക്സ്റ്റ് ഒളിമ്പിക്സിൽ ചരിത്രത്തിൻ്റെ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്ന കായിക താരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നീരജ് ചോപ്ര.
നീരജ് ചോപ്ര. നെക്സ്റ്റ് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി എ സേതുമാധവൻ. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ഓപ്ഷൻ സി ആത്മോപദേശ ശതകം. ഏതാണിത്? ആത്മോപദേശ ശതകമാണ്. അടുത്തത് മാമാങ്കത്തിൻ്റെ അന്ത്യത്തിൻ്റെ കാരണമായ ഘടകം ഏതാണ്? മാമാങ്കത്തിൻ്റെ അന്ത്യത്തിൻ്റെ കാരണമായ ഘടകം ഏതാണ്? ഹൈദരാലിയുടെ ആക്രമണം. ഒരു സംഖ്യയുടെ 25% ഇല്ലേ, അത് മാത്സ് ആണ്, നമുക്കത് വിട്ടേക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.